അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ സങ്കടപ്പെടുന്നവരുണ്ട്. ചില കാര്യങ്ങൾ ഓർത്ത് ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്. ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പത്തിനെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെയർ എവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ
ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ച് അയക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷെ അതേ രീതിയല്ല, അതിൻ്റെ അടുത്ത ഘട്ടങ്ങളാണ്. അതറിയാമോ, ഒരാഴ്ചയിൽ ഒരേ തീം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വിവിധമായ വശങ്ങളെ പിടികിട്ടും. ഇപ്പോൾ ഒരു സ്കൂബ് തന്നെ എടുത്തിട്ട് അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ കാണിക്കുക. സംഭവം ഒന്ന് തന്നെ ആയിരിക്കും. അതിൻ്റെ എല്ലാ 8 ദിക്കുകളെയും നമ്മൾ കാണിക്കും. ആ 8 ദിവസം അങ്ങനെ ദൈവവചനം ഡെയിലി ബ്രെഡ് മുന്നോട്ട് പോകും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ നിർമ്മലൻ എന്ന് വചനത്തിലെ ഒരു നല്ല വാക്കുണ്ട്. നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല, എൻ്റെ നിർമ്മലൻ എന്ന് കിടക്കണേ, എൻ്റെയാണ്. സങ്കീർത്തനങ്ങൾ 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. വിശുദ്ധ പ്രശ്നത്തിൽ അപ്പം നിങ്ങൾ കേൾക്കുമ്പോർക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയം മാത്രമാണിത്. കർത്താവിനെ വിശ്വസിക്കുമ്പോൾ എന്നെ വിശ്വസിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്ന ഈശോ പറഞ്ഞിട്ടല്ലേ, അതായിരിക്കും. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം പാതാളങ്ങളുണ്ടാകും. നമ്മൾ വീട് പോണ പാതാളങ്ങളില്ലേ, പാപമാകാം, ബിസിനസ് തകർച്ചയാകാം, ജോലി നഷ്ടമാകാം, വിസ പുതുക്കാത്തതാകാം, അങ്ങനെ പല പാതാളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ. മക്കളില്ലാത്തതാകാം, കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതാകാം, പല പാതാളങ്ങളുണ്ട്. ഈ പാതാളത്തിൽ വീഴാതിരിക്കാൻ എന്താ മാർഗം? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. ആരെയാണ് ഇത്തരം പാതാളത്തിലേക്ക്, തകർച്ചയിലേക്ക് വിടാത്തത്? ആരെയാണ് വിടാത്തത്? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ആരാണ്? എൻ്റെ എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. അതിനാണ് പ്രാധാന്യം. അത് ഈ എൻ്റെ കൂടെ, നിർമ്മലൻ്റെ കൂടെ എല്ലാ നിർമ്മലരും ചിലപ്പോൾ കർത്താവിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പം എന്തുമാത്രം ആൾക്കാർ, ഇപ്പം നിരീശ്വരന്മാരില്ലേ, നിരീശ്വരന്മാർ ദൈവത്തെ വിശ്വസിക്കാത്തവർ, ദൈവത്തെ പുച്ഛവും വെറുപ്പുമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കുമ്പോൾ അവർ നല്ല മനുഷ്യരാണ്. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ല മനുഷ്യരുണ്ട് എൻ്റെ അത്വത്തിൽ. നല്ലവണ്ണം കുടുംബം നോക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരുണ്ട്, നല്ലവണ്ണം അധ്വാനിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ലവണ്ണം സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. നിർമ്മലരായിരിക്കും അവർ, പക്ഷെ എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നിർമ്മലത്തെ ദൈവത്തിൻ്റെ സ്വന്തം ആള്, അത് ഒരു ഭയങ്കര ഇതാണ്. ഇപ്പം യേശുക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞുള്ള വിഷയമില്ലേ, റോമ 1:6. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ. അപ്പം അങ്ങനെ ഒരു വിളിയാണ് എൻ്റെ നിർമ്മലൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകുകയാണ്. അപ്പോൾ സ്വന്തമാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഭിരുചി ചില ആൾക്കാർക്ക് യേശുക്രിസ്തുവിനോട് ഉണ്ടാകുമല്ലോ, ഇല്ലേ? അപ്പം അവരതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. കാര്യം സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാകത്തില്ല. അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ്റെ പേര് വില കൊടുക്കും, ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ല സൽപ്പേരിന് വേണ്ടി വില കൊടുക്കും. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ ചിലർക്ക് ക്രിസ്തു അത്ര മൂല്യമൊരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നത്തില്ല. കാര്യം അതൊരു വിളിയാണ്. വിളി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കണം, തൻ്റെ കുരിശെടുക്കണം, കൂടെ വരണം. അപ്പം അത് പേയ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈശോൻ്റെ പേരിലും കുരിശ് എടുത്തുകൊണ്ടായിരിക്കണം. കുരിശ് എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലത്ത് കുരിശിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മരിച്ച് കുറേ കാലം കഴിഞ്ഞ് മാത്രമേ, അത് 1-2 ദിവസം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ വരുമാനമുള്ളൂ. എന്താണ് കുരിശെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അപ്പോഴപ്പം നമുക്ക് റിട്ടേൺസ് കിട്ടണം. കുരിശിന് മാത്രം കിട്ടത്തില്ല.
അതാണ് കുരിശിൻ്റെ പ്രത്യേകത. 3-ാം ദിവസം കത്തുന്നേക്കത്തുള്ളൂ. തപസ്സർ പറഞ്ഞതല്ലേ. അപ്പം കുരിശെടുക്കണ കാലത്തൊന്നും റിട്ടേൺസ് ഇല്ല നമുക്ക്. അതിന് റിട്ടേൺസ് കുറേ കാലം കഴിഞ്ഞേ ഉള്ളൂ. അപ്പം 3 ദിവസം കഴിഞ്ഞാന്ന് പറയുമ്പോൾ 3 ദിവസം കഴിഞ്ഞ ഉടനെ നമ്മൾ ഡേറ്റ്, കലണ്ടറിലെ ഡേറ്റ് എണ്ണി വെക്കരുത്. ആ 3 ദിവസം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ്. അടക്കി കർത്താവിൻ്റെ നിത്യതയിലാണ്. 3-ാം ദിവസം എന്ന് പറയുന്നത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില കുരിശിൻ്റെ റീഫണ്ട്, ചിലർ എന്നെ മക്കൾ നോക്കണില്ല അച്ഛ, എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ. അവരെൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം കൊടുക്കുമെങ്കിലും അതല്ല എന്നെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താ കാര്യം? അത് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാൻ റോട്ടറി ക്ലബ്ബുകാർ മതി ഇവിടെ. അങ്ങനെ ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ല. ഒരു ഡിപ്രൈവ്ഡ് ആയിട്ട് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ മാതാപിതാക്കന്മാർ അവരൊരു പുരോഹിതനടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്കൊരു അഭയം കൊടുക്കണം. പക്ഷേ ആ അഭയം പരിപാടി എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ അനാഥാലയങ്ങളൊക്കെ നടത്തുന്ന ഒത്തിരി പേരില്ലേ, ലേമാനുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റും. പുരോഹിതൻ അത് ചെയ്യേണ്ടതാണ്. പക്ഷെ പുരോഹിതൻ അത് മാത്രം ചെയ്താൽ പോരെ. എന്താ കാര്യം? ഇവർ പുറത്താക്കി ഈ മക്കളെ വളർത്തിയിട്ട് അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പം മക്കൾക്ക് വേണ്ടി പണ്ടെടുത്ത കുരിശ് മക്കൾ റീഫണ്ട് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നിത്യത്തിലാണ് റീഫണ്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് മക്കൾക്ക് വേണ്ടി എടുത്ത കുരിശുകൾ കർത്താവിൻ്റെ നാമത്തിലേക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറയും. നിങ്ങളത് നിങ്ങളുടെ പേരിലായിരുന്നല്ല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എനിക്ക് ഞാൻ അവന് വേണ്ടി ഉറക്കം നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതെല്ലാം ചെയ്തിരുന്നത്. അതൊന്നും ഇപ്പോൾ റീഫണ്ടബിൾ അല്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത മാർഗമെന്ന് പറയുന്നത് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്തിട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ അതായത് എൻ്റെ നാമത്തിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ നിത്യതയെ റീഫണ്ടബിൾ ആകുന്നതാണ് കുരിശെന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ. ബാക്കി എന്ത് കുരിശെടുത്താലും ഇപ്പം നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണം, രാത്രിയും പകലും പഠിക്കുന്നു, നിങ്ങൾക്ക് 4 അക്ക ശമ്പളം കിട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ. അതൊന്നും കുരിശല്ല, പഠനമൊന്നും കുരിശല്ല. എന്താ കാര്യം? പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങൾ ജോലി എടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റാനാണ്. പല അണ്ണന്മാർക്കും കുഴപ്പമെന്ന് പറയാം, 84 വയസ്സ് 82 വയസ്സെന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി നോക്കുമ്പോഴേ ബാലൻസ് ഇല്ല. എന്താ കാര്യം? കർത്താവിന് വേണ്ടി എടുത്ത കുരിശുകളൊന്നുമില്ല. കുറേ കുരിശുകൾ ഭർത്താവിന് വേണ്ടി എടുത്ത്, കുറേ കുരിശ് ഭാര്യയ്ക്ക് വേണ്ടി എടുത്ത്, അതെല്ലാം നിങ്ങൾ തന്നെ അവിടേക്ക് നിന്ന് അതിൻ്റെ വരുമാനം മേടിച്ചു, അവരുടെ ആശ്വാസവും അവരുടെ സന്ധിപ്പൊക്കെ വാങ്ങിച്ച് ടാരിയായി പോയി. റീഫണ്ടബിൾ അല്ലാത്ത സാധനം when we take the name of Jesus Christ, that is the Holy Cross. ക്രോസും ഹോളി ക്രോസും ഉണ്ട്. ക്രോസും ഹോളി ക്രോസും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുന്നതിനാണ് ഹോളി ക്രോസ് എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ വരുന്ന മനുഷ്യന്മാരെല്ലാം എടുക്കുന്നത് അവർക്ക് വേണ്ടി എടുക്കുന്ന കുരിശ് സാധാരണ കുരിശാണ്. റീഫണ്ടബിൾ അല്ലാത്തതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെടുത്തിട്ട് യേശുക്രിസ്തു റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിനെയാണ് കുരിശെന്ന് പറയണത്. അപ്പം അത് എൻ്റെ ഈ കുരിശ് കർത്താവിൻ്റെ നാമത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുരിശ് റീഫണ്ടബിൾ അല്ലെങ്കിൽ ആ കുരിശ് ഹോളി ക്രോസ് ആകാൻ സാധ്യതയുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ നിർമ്മലനാകും. ഓക്കെ അല്ലേ? വളരെ ക്രിസ്ത്യാനിയായിട്ട് ഇവര് കാര്യമല്ലേ, എൻ്റെ നിർമ്മലനാകണം, അത് സ്റ്റാറ്റസാണ്. ഓക്കെ അല്ലേ? താങ്ക് യു. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് എൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനില, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഓഗസ്റ്റ് 18-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ കോളേജിൽ കഴിഞ്ഞ് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജർമ്മനി പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ ജോലി റിസൈൻ ചെയ്ത് ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നു. 2022 ഞാൻ ജർമ്മൻ പഠിക്കാൻ ചേർന്ന് 2023 ഞാൻ ജർമ്മൻ 4 മൊഡ്യൂളും പാസ്സായി ഒരു ഏജൻസിയിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു. അങ്ങനെ 3 മാസം കൊണ്ട് ശരിയായി പോവാമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. 4 മാസമായിട്ടും എൻ്റെ പേപ്പർ വർക്കുകളൊന്നും നീങ്ങണതിനെ പറ്റി ഒന്നും അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടായപ്പോൾ ആ ഏജൻസിയിൽ നിർത്തി. ഞങ്ങൾ പൈസ തിരിച്ചു വാങ്ങി ഏപ്രിലിൽ 2ാമതൊരു ഏജൻസിയിൽ കൊടുത്തു. ആ ഏജൻസിയിൽ കൊടുത്ത വഴി തന്നെ എനിക്ക് ജർമ്മനിയിലുള്ള ഒരു വേറെ ഏജൻസിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നു.
ആ ഇൻ്റർവ്യൂ വേഗം പാസ്സായി. പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു എംപ്ലോയറിൻ്റെ ഇൻ്റർവ്യൂവും വന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, അനില ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ഒരാഴ്ചയ്ക്കുള്ളിൽ കോൺട്രാക്റ്റ് വരും. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് കോൺട്രാക്റ്റ് വരാണ്ടായപ്പോൾ ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അനില സെലക്ട് ആയിട്ടുണ്ട്, 3 മാസത്തിനുള്ളിൽ പോകാൻ പറ്റും, അപ്പോൾ പ്രോസസ്സിങ് നടക്കുന്ന സമയത്തിനുള്ളിൽ എന്തായാലും കോൺട്രാക്റ്റ് വരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി കോളേജിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഒരു ധ്യാന കേന്ദ്രം, അങ്ങനെ ഒരു എന്താണ് കൃപാസനത്തിൽ നടക്കണത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു. സാധാരണ പോലത്തെ ഒരു ധ്യാന കേന്ദ്രം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ കൃപാസനത്തിൽ വരുന്നത്. അന്ന് ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല. എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരുങ്ങിയിട്ടില്ല, പിന്നെ ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അന്ന് ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പോണ കാര്യങ്ങൾ ശരിയായി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് നന്ദി പറയാമെന്നും പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നാളായിട്ട് പിന്നെയും അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ജർമ്മനിയിലുള്ള ഏജൻസിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു ക്ലിനിക്കുകാർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് അവരിപ്പോൾ എടുക്കുന്നില്ല, എന്നോട് വേറെ നോക്കിക്കോളാൻ പറഞ്ഞു. എൻ്റെ സോറി പറഞ്ഞു അവരെന്നോട്. അപ്പോൾ 2 ഏജൻസിയിൽ കൊടുത്തിട്ട് ഒന്നും ശരിയാവാണ്ട് ആകെ വിഷമമായി. അങ്ങനെ തകർന്നിരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഇവിടെ വന്ന് ഞാൻ 2024 ഓഗസ്റ്റ് 18 ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചിന്ത 90 ദിവസം കൊണ്ട് എൻ്റെ കാര്യം സാധിക്കും. അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ച് അസുഖം മാറിക്കഴിയുമ്പോൾ നമ്മൾ മരുന്ന് നിർത്തണ പോലെ എൻ്റെ കാര്യം 90 ദിവസം കൊണ്ട് സാധിച്ച് കിട്ടിയിട്ട് ഉടമ്പടി നിർത്താം എന്നുള്ള മനസ്സോടുകൂടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പേപ്പറൊക്കെ കൊടുക്കുന്നത്, പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർത്തനമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു മടിയായിരുന്നു ആദ്യം. അങ്ങനെ എനിക്ക് സെയിം ഏജൻസിയിൽ തന്നെ എനിക്ക് പിന്നെയും ഒരു വേറെ എംപ്ലോയറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവർ പറഞ്ഞു പിന്നെയും സെലക്ട് ആയിട്ടുണ്ട്, എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 3-4 മാസം വെയിറ്റ് ചെയ്തിട്ടും ഒന്നും ആവാണ്ട് 2024 ജനുവരിയിൽ എനിക്ക് പിന്നെയും അവരൊരു സെയിം കഴിഞ്ഞ പോലത്തെ തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർ പറഞ്ഞു ഇതുവരെ ഞങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അവർക്കും കൊണ്ടുപോയി പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തുടർച്ചയായിട്ട് കൊടുത്ത 3 ഏജൻസിയിൽ നിന്നും എനിക്ക് എൻ്റെ ഒരു പേപ്പർ വർക്കും നീങ്ങാണ്ട് ആകെ വിഷമായി. അപ്പോൾ ആ ഇടയ്ക്കാണ് ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയത്. അതിന് മുന്നേ എനിക്ക് സാക്ഷ്യങ്ങൾ കാണാൻ മടിയായിരുന്നു, വലിയ വീഡിയോസ് ഇരുന്ന് കാണല്ലോ. പിന്നെ ഞാൻ ചിന്തിച്ചു ഞാൻ വേറെ എന്തൊക്കെ യൂട്യൂബിലിരുന്ന് കാണുന്നു, സിനിമകളായിട്ടും അങ്ങനെ കുറേ മണിക്കൂറുകളുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും എനിക്ക് സാക്ഷ്യങ്ങൾ കാണാൻ ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കണില്ലല്ലോ എന്നോർത്ത് ഞാൻ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിലുള്ള കുറവുകൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് തിരുത്താനായിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് സാക്ഷ്യങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വന്ന വീഴ്ചകളൊക്കെ തിരുത്താൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻസി വഴി ഒന്നും അല്ലാണ്ട് നേരിട്ട് ജർമ്മനിയിൽ നിന്നുള്ളൊരു ക്ലിനിക്കുകാർ വഴി എനിക്കൊരു ഇൻ്റർവ്യൂ നടന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അവരെൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞ് എൻ്റെ പേപ്പർ വർക്കുകൾ വേഗം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ഉടമ്പടിയിലെ കുറവുകൾ തിരുത്തി തുടങ്ങി. അന്ന് തൊട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയെ ഒരുപാട് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ പേപ്പർ വർക്കുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എനിക്ക് അവിടെ നിന്ന് എല്ലാ കാര്യത്തിനും അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. മുന്നുള്ള 3 ഏജൻസിക്കാർ എന്ത് ചോദിച്ചാലും അവരത് പറഞ്ഞു തരില്ലായിരുന്നു. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നിട്ടും അവർ അപ്ഡേറ്റ്സ് പിന്നെ പറയാമെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും തരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നേരിട്ട് ക്ലിനിക്ക് വഴി ആയതുകൊണ്ട് എന്ത് ചോദിച്ചാലും അതിന് ഒരു ദിവസത്തിനുള്ളിൽ എങ്ങനെ പോയാലും മറുപടി കിട്ടുമായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാണ്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്താണ് അടുത്ത പ്രശ്നം വന്നത്. എൻ്റെ ജർമ്മൻ B2 എക്സാം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് 1 വർഷത്തിന് മേളിൽ B2 ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവർക്കൊക്കെ എംബസിയിൽ നിന്ന് റിജക്ഷൻ കിട്ടാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ 1.5 വർഷം കഴിഞ്ഞ് 2 വർഷം ആവാൻ പോണു. അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് വന്നു. ആകെ വിഷമായി. എല്ലാ വഴിയും അടഞ്ഞിരുന്നു, ഒരു വഴി തുറന്നു വന്നത് ശരിയായി വന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ വന്ന് അങ്ങനെ പ്രശ്നമായിട്ടിരുന്ന് ആകെ സങ്കടമായി. അപ്പോൾ എൻ്റെ എംപ്ലോയർ എന്നോട് പറഞ്ഞു സാരില്ല നമുക്ക് വെച്ച് നോക്കാം, നല്ലോണം പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിലുമുള്ള ഉറപ്പിൽ അവർക്ക് ഞാൻ കൊടുത്തു. അവരുടെ തീരുമാനം എന്താണോ, എനിക്ക് എംബസിയുടെ തീരുമാനമല്ല അറിയേണ്ടത്, അവരുടെ തീരുമാനം എന്താണ്, ഈശോയും മാതാവ് എനിക്ക് എന്താണോ തരാൻ തീരുമാനിച്ചേക്കുന്നത് അതെനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിക്ക് ഞാൻ മുമ്പോട്ട് പോയി. അങ്ങനെ ഞാൻ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 2 പേപ്പറും കൂടി അവിടുത്തെ ജർമ്മൻ ഗവൺമെൻറ്റിൽ നിന്ന് വരാനുണ്ടായിരുന്നു. ഒന്ന് ബെഷൈഡും ഒന്ന് പ്രീ അപ്രൂവലും. അപ്പോൾ പ്രീ അപ്രൂവൽ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബെഷൈഡ് വരണമെന്ന് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ പേപ്പർ വർക്കുകളിനെ പറ്റി അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ ജനന തിരുനാൾ സെപ്റ്റംബർ 8 തലേദിവസം 7 ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. നാളെ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മാതാവ് ഈശോയിൽ നിന്ന് സമ്മാനം ചോദിച്ചു വായിക്കുമ്പോൾ എൻ്റെ പേപ്പർ വർക്ക് എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ട് എന്നതിനുള്ളൊരു
ഒരു അപ്ഡേറ്റ്, എന്തെങ്കിലും ഒരു മെസ്സേജ് എനിക്ക് അവിടെ നിന്ന് വരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സെപ്റ്റംബർ 8 എൻ്റെ പേപ്പർ വർക്കുകൾ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഗവൺമെൻറ്റിൽ നിന്ന് വന്ന മെസ്സേജ് എനിക്ക് എൻ്റെ എംപ്ലോയർ അയച്ചു തന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ നാളെ തിങ്കളാഴ്ച ജർമ്മനിയിലെ ഗവൺമെൻറ് ഓഫീസ് തുറക്കുമ്പോൾ എൻ്റെ ബെഷൈഡിൻ്റെ പേപ്പർ വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് വൈകിട്ടാവുമ്പോഴേക്കും എൻ്റെ എംപ്ലോയർക്ക് ആ പേപ്പർ കിട്ടി എനിക്ക് അയച്ചു തരണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ഇവിടുത്തെ സമയം 11:30 അവിടെ എൻ്റെ ക്ലിനിക്ക് ഓപ്പൺ ആവണത്. അങ്ങനെ ഇവിടുത്തെ സമയം 11:45 എൻ്റെ എംപ്ലോയർ എനിക്ക് മെയിൽ ചെയ്തു, എൻ്റെ ബെഷൈഡ് കിട്ടിയെന്നും പറഞ്ഞ് എനിക്കത് ഫോർവേഡ് ചെയ്തു തന്നു. അപ്പോൾ ഫോർവേഡ് ചെയ്ത മെയിലിൽ എംപ്ലോയർക്ക് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് എപ്പോഴാണ് ഇത് അയച്ചു കൊടുത്തതെന്നുള്ള ടൈമും ഡേറ്റും ഉണ്ട്. അത് കാണിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടാണ് എംപ്ലോയർക്ക് ഇത് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്തത്. ജർമ്മനിയിൽ ഒരു അവധി ദിവസം ആരും ജോലി ചെയ്യാത്തതാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ച. അങ്ങനെ ഒരു ഞായറാഴ്ചയാണ് എൻ്റെ ബെഷൈഡ് എൻ്റെ എംപ്ലോയർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത്. അതോടുകൂടി എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങി എന്നെനിക്ക് ഉറപ്പായി. അങ്ങനെ അത് കിട്ടി. എൻ്റെ ലാസ്റ്റ് എനിക്ക് വരാനുള്ള പേപ്പർ പ്രീ അപ്രൂവൽ ആയിരുന്നു. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഞാൻ മാതാവിനോട് പറഞ്ഞു, നാളെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ പേപ്പർ വർക്ക് റെഡി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഒപ്പം തന്നെ വെച്ച കുട്ടിക്ക്, സെയിം സ്ഥലത്തേക്ക് വെച്ച കുട്ടിക്ക് 3 മാസമായിട്ടും പ്രീ അപ്രൂവൽ വന്നില്ല. അപ്പോൾ എന്നോടും എൻ്റെ എംപ്ലോയർ പറഞ്ഞത് 3 മാസമൊക്കെ പിടിക്കും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 1.5 മാസം എത്തിയപ്പോഴേക്കും എൻ്റെ പ്രീ അപ്രൂവൽ ഇതുപോലെ ഒരു തിങ്കളാഴ്ച വന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കാര്യം ഒന്നും നടക്കാത്തതിൽ നിന്ന് എൻ്റെ മാതാവിനെ ഇത്ര എത്തിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ എൻ്റെ പ്രീ അപ്രൂവൽ ഒരു തിങ്കളാഴ്ച വന്നു. ആ ഇടയ്ക്ക് ഇനി നേരെ വിസയ്ക്ക് ഡേറ്റ് എടുക്കാമെന്നുള്ളതായിരുന്നു അടുത്ത പ്രോസസ്സ്. പക്ഷെ ആ സമയത്ത് വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഏജൻറ്റ് വഴി കുറേ പൈസ കൊടുത്തൊക്കെയാണ് വിസയ്ക്ക് ഡേറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് പ്രീ അപ്രൂവൽ വന്നന്ന് തന്നെ എംബസിക്ക് ഒരു മെയിൽ ചെയ്തു, എനിക്കിങ്ങനെ ഡേറ്റ് കിട്ടാനില്ല എന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തു. പക്ഷേ എംബസിയിൽ നിന്ന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഈ ടൈം കളയണ്ടല്ലോ എന്ന് ഓർത്ത് പൈസ കൊടുത്ത് തന്നെ ഡേറ്റ് എടുക്കാമെന്ന് വെച്ച് ഒരു ഏജൻറ്റിനെ സമീപിച്ച് ആളുടെ എൻ്റെ പേപ്പറുകൾ കൊടുത്തപ്പോഴേക്കും എനിക്ക് എംബസിയിൽ നിന്ന് മെയിൽ വന്നു, അനിലേക്ക് എന്ന് എവിടെ വെച്ച് എത്ര മണിക്കാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു. എന്നോട് എൻ്റെ സൗകര്യം ചോദിച്ചു അവർ മെസ്സേജ് അയച്ചു. അങ്ങനെ ഞാൻ എന്ന് കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ അടുത്തുള്ള ഒരു ഡേറ്റ് ആയിട്ട് ഞാൻ 17 ഒക്ടോബർ 17 അതിൽ 7 എന്നുള്ള നമ്പറുള്ളതുകൊണ്ട് ഞാൻ ആ നമ്പർ നോക്കി കൊടുത്തു. അങ്ങനെ എനിക്ക് പ്രീ അപ്രൂവൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഡേറ്റ് കിട്ടി. അതും 3 ദിവസത്തിനുള്ളിലുള്ള ഡേറ്റ് തന്നെ കിട്ടി. ഞാനങ്ങനെ എൻ്റെ വിസ ഇൻ്റർവ്യൂവിന് പോയി. വിസ ഇൻ്റർവ്യൂവിന് ഞാൻ പോയപ്പോഴേക്കും എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് 2 വർഷം കഴിഞ്ഞു. 1.5 വർഷം 1 വർഷം കഴിഞ്ഞവർക്ക് വരെ റിജക്ഷൻ എന്നോട് എൻ്റെ 2 വർഷം കഴിഞ്ഞു എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്. അപ്പം ഞാൻ മാതാവിനോട് ഈശോനോടും പറഞ്ഞു, എനിക്ക് ഇനി ഒരു മെറിറ്റും ഇല്ല, എനിക്ക് ഒരു യോഗ്യതയില്ല ഇത് കിട്ടാനായിട്ട്. കാരണം 1 വർഷം കഴിഞ്ഞവർക്ക് റിജക്ഷൻ ആയ സ്ഥിതിക്ക് 2 വർഷം കഴിഞ്ഞ് എനിക്ക് എന്ത് യോഗ്യതയുള്ള മാതാവിയെന്ന് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ വിട്ടു തന്നേക്കാം, അവിടെ നിന്ന് എന്താണ് എൻ്റെ കാര്യത്തിൽ തീരുമാനിച്ച് വെച്ചേക്കണേ അതനുസരിച്ച് നടന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം ഉറപ്പിച്ചായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരു ഡേറ്റ് തീരുമാനിക്കാനാണെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാണ്ട് ഒരു ഡേറ്റ് അല്ലെങ്കിൽ എന്നത്തേക്ക് വേണം എന്നുള്ളതും തീരുമാനിക്കാൻ പറ്റാണ്ട് ആകെ എൻ്റെ വീട്ടുകാരും എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ച് 2 ആഴ്ച കൊണ്ട് വിസ വരേണ്ട എൻ്റെ വിസ 1 മാസം കഴിഞ്ഞിട്ടും വിസേനെ പറ്റി ഒരു അപ്ഡേറ്റും ഇല്ല. അങ്ങനെ എംബസിയിലേക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടി. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് വിസ റിജക്റ്റ് ആവണ, 1 വർഷം ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് റിജക്റ്റ് ആവണ ആ അവസരത്തിലാണ് എൻ്റെ 2 വർഷം കഴിഞ്ഞ് എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് ജർമ്മനിയിലേക്കുള്ള ജോബ് വിസ മാതാവ് ഈശോയും കൂടി അടിച്ചു തന്നത്. ഇതെനിക്ക് ഉറപ്പാണ്, എൻ്റെ യോഗ്യത കൊണ്ടല്ലാതെ എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ ഇത് എംബസിക്കാർ അടിച്ചു തന്നതല്ലാന്നും എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് എംബസിക്കാരുടെ ക്രൈറ്റീരിയ വെച്ച് എനിക്ക് റിജക്ഷൻ ആണ്. എംബസിക്കാർ അടിച്ച് എനിക്ക് റിജക്ഷൻ അടിക്കുള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയത് എൻ്റെ വിസ അപ്രൂവലായി ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഇന്നലെ എനിക്ക് വിസയുടെ കൊറിയർ വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അതും കൊണ്ട് പള്ളിയിൽ പോയിരുന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ കൊന്ത ചൊല്ലി എന്നിട്ടാണ് ഞാൻ പള്ളിയിൽ വെച്ചാണ് തുറന്ന് നോക്കിയത്. എനിക്ക് അപ്പോൾ ഉണ്ടായ സന്തോഷം എനിക്കറിയില്ല, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഇതിന് മതിയാവില്ല. കാരണം അത്രത്തോളം എനിക്ക് യോഗ്യത ഇല്ലാത്ത എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് അത് മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് എനിക്കത് നേടിത്തന്നതാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ വീടിൻ്റെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെ എല്ലാ ഞായറാഴ്ചയും പോയിട്ട് അവിടെ അമ്മമാർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കും. സ്ട്രോക്കൊക്കെ വന്ന് കിടക്കുന്ന അമ്മമാരുണ്ട്, അപ്പോൾ അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കും. അവരുടെ നെഗമൊക്കെ വെട്ടി കൊടുക്കും, അവരുടെ കൂടെ ഇരുന്ന് വർത്താനം പറയും. പിന്നെ ഞാനും അമ്മയും കൂടി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അപ്പൻ്റെ കയ്യിൽ കൊടുത്തുവിടും വഴിയിലൊക്കെ ഇരിക്കണവർക്ക്. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മാനസികമായിട്ട് ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് ചേച്ചിമാർ നിൽക്കുന്ന ഒരു മഠമുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ വെച്ച് 10-30 പേരോളം ഉണ്ട് അവിടെ. അപ്പോൾ അത്രയും പേർക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രപ്രവർത്തനം. എല്ലാ മാസവും ഇവിടുന്ന് ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാറുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമൊക്കെ എനിക്ക് പേപ്പർ മേടിക്കുമ്പോൾ ഞാൻ പള്ളികളിലാണ് കൊണ്ടുകൊടുത്തിരുന്നത്. ഞങ്ങളുടെ പള്ളിയിലും വേറെ അടുത്തുള്ള പള്ളികളിലൊക്കെ കൊണ്ടുകൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കാണ്ട് വന്നപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കി പ്രേക്ഷിത പ്രവർത്തനം, പത്രപ്രവർത്തനം നന്നായിട്ട് നടത്തുന്നവർ അല്ലെങ്കിൽ ഈശോനെ പ്രഘോഷിക്കുന്നവരിലേക്കാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ വരുന്നതെന്ന് മനസ്സിലായപ്പോൾ ഈശോനെ അറിയുന്നവരുടെ ഇടയിലല്ല എൻ്റെ പത്രപ്രവർത്തനം നടത്തേണ്ടതെന്ന് മനസ്സിലാക്കി ഞാൻ അത് പിന്നത്തെ മാസം തൊട്ട് ഞാൻ വീടുകളിൽ കൊണ്ടുകൊടുക്കാൻ തുടങ്ങി. അതും പോരാന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ തൊട്ട് ബസ് സ്റ്റാൻഡുകളിലായി കൊടുക്കൽ. ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഈശോനെയും മാതാവിനെ പറ്റി അറിയാത്തവർക്ക്, കൃപാസനത്തെ പറ്റി അറിയാത്തവർക്ക് കൃപാസനത്തെ പറ്റി പറഞ്ഞ് ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ചില കോളേജിൽ പഠിക്കുന്ന അക്രൈസ്തവരായ കുട്ടികളൊക്കെ എൻ്റെ പേപ്പർ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുകൊടുക്കാനുള്ള ഞാൻ കൊണ്ടുകൊടുക്കാൻ തീരുമാനിച്ച അന്ന് എനിക്ക് രാവിലെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അമ്മോട് പറയുമ്പോൾ എനിക്ക് പേപ്പർ കൊടുക്കാൻ പേടിയാവണം. എനിക്ക് നാണക്കേടല്ല തോന്നിയത്, പേടിയാണ്. ആരെങ്കിലും ചീത്ത പറയോ, പേപ്പർ കൊടുക്കാൻ ചീത്ത പറയോ എന്നുള്ള പേടിയായപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ എന്തിനാ പേടിക്കണത്, നിൻ്റെ കൂടെ മാതാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിയാണല്ലോ, എൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു മണം വരുന്നത്. അപ്പം ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവിടെ ചെടിക്ക് വലുത് അങ്ങനെ ഒന്നുമല്ല. ഞാൻ പുറത്തിറങ്ങി ഗേറ്റിൻ്റെ അവിടെ അകത്ത് റൂമുകളിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മാത്രം മണം കിട്ടുന്നത്. അപ്പം എനിക്ക് നന്നായിട്ട് മണം കിട്ടുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, നീ പേടിയാവണമെന്ന് പറഞ്ഞല്ലോ, അപ്പം നിൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിനക്കൊരു അടയാളം തന്നതാ മാതാവ് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അപ്പന് കൃപാസനത്തിൽ അങ്ങനെ വലിയ വിശ്വാസം ഇല്ലായിരുന്നു. അപ്പം അപ്പനാണ് എന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കിയത് ഇത് പത്രം കൊടുക്കാനായിട്ട്. അപ്പൻ എന്നെ ബൈക്കിന് കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിന്ന് കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കണ വരെ അപ്പനും മണം കിട്ടി, എനിക്കും അപ്പനും നല്ല രീതിക്ക് മണം കിട്ടി. എൻ്റെ അപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ പറഞ്ഞു അപ്പനെ ആ മണം കിട്ടിയില്ല. അപ്പം തന്നെ അപ്പനെ അമ്മേനെയും കൊണ്ട് മാളയ്ക്ക് ഞങ്ങളുടെ അങ്ങാടിക്ക് പോയപ്പോൾ അപ്പൻ പറഞ്ഞു അമ്മയ്ക്കും ആ മണം കിട്ടിയില്ല. അപ്പം അപ്പന് ആ വിശ്വാസം വർദ്ധിക്കാൻ, അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയാണ് ദൈവം എൻ്റെ കൂടെ വന്നപ്പോൾ അപ്പനും ആ ഒരു സുഗന്ധാഭിഷേകം കൊടുത്തത്. ഇത്രയാണ് ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും 5:30 കാണുകയും സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഈശോയും മാതാവും എൻ്റെ അസാധ്യ കാര്യങ്ങളെ സാധിച്ച ഈശോയ്ക്കും മാതാവും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കും. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോയും മാതാവിൽ നിന്നും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. സുഭാഷിതങ്ങൾ 3:6 നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അനില എന്ന ഈ മകളുടെ സുന്ദരമായ അർത്ഥപൂർണമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. മകളുടെ ആ സാക്ഷ്യത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും മകൾ ഉടമ്പടിയെ എങ്ങനെ കണ്ടു, മനസ്സിലാക്കി, ജീവിച്ചു, പ്രത്യാശ വെച്ചുവെന്ന് നമ്മളോട് ഓരോ അവസരത്തിലും സുന്ദരമായി പറഞ്ഞു തരുന്നുണ്ട്. മകൾ ആദ്യം കൃപാസനത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നു എന്നാണ് സൂചിപ്പിച്ചത്. എന്നാൽ അമ്മ മകളോട് ഉടമ്പടി എടുക്കണമെന്ന് നിർബന്ധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കൃപാസനത്തിൽ കാഴ്ച കാണാൻ ഒന്നുമില്ല. കാഴ്ച കാണാൻ വരുന്നവർക്ക് പ്രത്യേകിച്ചിവിടെ ഒന്നും തരാനുമില്ല. കൃപാസനം മകൾ തന്നെ അത് വാചകത്തിലൂടെ സൂചിപ്പിച്ചു. ഏതോ ഒരു ധ്യാനകേന്ദ്രം മറ്റ് ധ്യാനകേന്ദ്രം പോലെ അങ്ങനെ കരുതി ആദ്യം ഇങ്ങോട്ട് എത്തിയെന്ന്. കൃപാസനം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുകയും മരിയൻ ഉടമ്പടി എന്ന ഒരു പുതിയ പ്രസാദപര പദ്ധതി ലോകത്തിൻ്റെ മാനസാന്തരത്തിനും ജീവിത ദുരിതങ്ങളുടെ അത് മാറി അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ഈ നാളുകളിൽ കൈമാറിയ ഇടമാണ്. അതുകൊണ്ട് ഉടമ്പടി മക്കളുടെ ഇടമാണ് കൃപാസനം എന്നത്. ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി, ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടി ആ ഉടമ്പടി ജീവിതത്തെ അമ്മ മാതാവിൻ്റെ അരികിൽ സമർപ്പിച്ചുകൊണ്ട് ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി വരുന്നവരുടെ ഇടമാണ് കൃപാസനം. നമുക്കത് എപ്പോഴും മനസ്സിൽ തീരുമാനമുണ്ടാവേണ്ട വിഷയമാണ്. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കൃപാസനത്തിൽ കയറി ഒന്ന് മാതാവിനെ കണ്ടിട്ട് പോകാം, തിരക്ക് കണ്ടിട്ട് പോകാം. അതൊന്നും ഒരു കഥയുമില്ല. നമുക്കതുകൊണ്ട് പ്രയോജനമൊന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല. ഇന്ന് രാവിലെ വചനപ്രഘോഷണത്തിൽ ജോസഫ് അച്ഛൻ സുന്ദരമായ ആ മേഖലകളെ നമ്മോട് പങ്കുവെക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഒരാളെ അമ്മ മാതാവ് ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുവെങ്കിൽ അമ്മ ആ ജീവിതത്തെ കാണുന്നത് കൊണ്ടും അമ്മയുടെ സഹായം ആ ജീവിതത്തിന് ആവശ്യം വരുന്നുണ്ട് എന്ന് അമ്മ അറിയുന്നത് കൊണ്ടും, അതുകൊണ്ട് അമ്മയുടെ തണലിലും അമ്മയുടെ ആശ്രയത്വത്തിലും ആ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ഉടമ്പടിയിലൂടെ ആ വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അമ്മ ഒരാളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഒരു കൃപാസനം പത്രം കിട്ടി നമ്മൾ വരുന്നതാവാം, ഒരു സാക്ഷ്യം കേട്ട് വരുന്നതാവാം,
വീട്ടിൽ ആരെങ്കിലും നിർബന്ധിച്ച് വരുന്നതാവാം, നാട്ടിൽ ആരെങ്കിലും പറഞ്ഞു വിടുന്നതാവാം. നമ്മുടെ ജീവിത ദുരിതങ്ങൾ കണ്ടുകൊണ്ട് ആര് എങ്ങനെ ജീവിതത്തിൽ ഇടപെട്ടാലും നാം ഈ ആലയത്തിലേക്ക് വരുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിന് കൃപാസനം മാതാവിൻ്റെ, പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സവിശേഷമായ സഹായം ആവശ്യം വരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മ മാതാവും മാത്രമാണ് നമ്മളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ ഒരു ഉറപ്പും ബോധ്യവും നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അവിടെയാണ് നമ്മുടെ ജീവിതം, ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പുതിയ യാത്ര നമ്മൾ തുടങ്ങുന്നത്. മകൾ പറയുന്നുണ്ട്, മടങ്ങിപ്പോയി, ഒന്നും സംഭവിച്ചില്ല, പ്രതീക്ഷ വെച്ച് കാത്തിരുന്ന ആ ജർമ്മനിയിലേക്കുള്ള യാത്ര അത് നടക്കില്ല, അവരങ്ങനെയുള്ളവരെ ഫിസിയോതെറാപ്പി പഠിച്ചവരെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞ് അത് മടക്കി. അത് കഴിഞ്ഞാണ് മകള് കൃപാസനത്തിൽ വീണ്ടും എത്തുന്നത്. 2 തവണ മകൾ കൊടുത്ത ആപ്ലിക്കേഷൻ മടങ്ങുകയും വിദേശത്തേക്ക് ജർമ്മൻ ഭാഷ പഠിച്ചു നിന്നിട്ട് പുറത്തു പോകുവാനാവാത്ത വിധം വഴികളൊക്കെ അടയുമ്പോഴാണ് മകൾ വീണ്ടും അമ്മയുടെ അരികിലേക്ക് എത്തുന്നത്. മകൾ പറയുന്നുണ്ട്, അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയപ്പോൾ തൻ്റെ പ്രോസസ്സിന് ചെറിയ അനക്കം വെച്ച് കണ്ടു. അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരുന്നു, അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. ആ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ അന്ന് വരെ ഡാർക്കായിരുന്ന, പ്രതീക്ഷയില്ലാതിരുന്ന ജർമ്മനി യാത്രയ്ക്ക് വേണ്ടി ചെറിയ അനക്കങ്ങൾ വെച്ചു തുടങ്ങി. എന്നാൽ ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും കാണും ചില കാര്യങ്ങൾ, അത് നമുക്കൊരു പക്ഷേ നിസ്സാരമെന്നോ മറ്റുള്ളവരുടെതെന്നോ ഒക്കെ തോന്നാമെങ്കിലും അതിൽ അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ പദ്ധതി ഉണ്ടായിരിക്കും. മകൾ അതാണ് സൂചിപ്പിച്ചത്. ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഉടമ്പടിയുടെ മെറിറ്റും ഡീമെറിറ്റും, നന്മകളും കുറവുകളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സാക്ഷ്യം ഒട്ടും ചെറുതല്ല. കാരണം ഓരോരുത്തരും അവരുടെ ദൈവാനുഭവങ്ങളെ, അവർ കടന്നുപോയ സഹന വഴികളെ, അവരുടെ തിരസ്കരണങ്ങളെ, പരാജയങ്ങളെ, കണ്ണീർ കടലിനെ മുഴുവനും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അമ്മ എങ്ങനെ ഈശോയിലൂടെ കൈപിടിച്ചുയർത്തിയെന്ന് നമ്മളോട് പങ്കുവെക്കുന്നതാണ് ഈ അൾത്താരയിൽ പറയപ്പെടുന്ന ക്വാളിറ്റിയുള്ള ഓരോ സാക്ഷ്യവും. അതുകൊണ്ട് തന്നെ ആ സാക്ഷ്യങ്ങളിൽ കൃത്യമായും ഉടമ്പടി ജീവിതം ഉണ്ടായിരിക്കും. മകൾ പറയുന്നുണ്ട്, സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ഉടമ്പടി ജീവിക്കേണ്ടതെന്ന്. നമ്മൾ ആരെങ്കിലും സാക്ഷ്യം കാണുമ്പോൾ അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയുന്നുവെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിന് വേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ അന്ന് കേൾക്കേണ്ട ഒരു സന്ദേശമായിരിക്കും ആ വ്യക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ചിലര് നമ്മൾ സാക്ഷ്യം കാണുന്നത് കാണാൻ സൗന്ദര്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഇതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ്. ആളെ കാണുന്ന സൗന്ദര്യത്തിലല്ല, ആത്മാവിൻ്റെ സൗന്ദര്യത്തിൽ നിന്നും ജ്വലിക്കുന്ന ദൈവവാക്കുകൾ എന്താണ് വരുന്നതെന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആളുടെ തമ്പിൻ്റെ ഫോട്ടോയുടെ ഭംഗി നോക്കിയിട്ട് സാക്ഷ്യം കാണരുത്. മറിച്ച് ഏത് എളിയവരായിക്കോട്ടെ, അവർ ദൈവാനുഭവത്തെ പങ്കുവെക്കുമ്പോൾ നമുക്കൊരു എളിമയുണ്ടെങ്കിൽ ആ സാക്ഷ്യത്തിന് നമ്മൾ ഹൃദയം തുറക്കും. ആ ഹൃദയം തുറക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിന് ടേണിംഗ് പോയിന്റായി മാറുക. മകൾ പറയുന്നുണ്ട്, ജീവിതം തിരുത്താൻ തീരുമാനിച്ചു. ചില കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് കണ്ടെത്താൻ പറ്റി. അങ്ങനെ സാക്ഷ്യം കേട്ടു തുടങ്ങിയ ദിവസം മുതൽ ആ ജർമ്മൻ പ്രോസസ്സ് വേഗത്തിലാകാൻ തുടങ്ങി. മകൾ പറയുന്നുണ്ട്, ഞാൻ നേരിട്ടാണ് ഒരു ക്ലിനിക്കിലേക്ക് എൻ്റെ അപേക്ഷ കൊടുത്തത്. ഞാൻ നേരിട്ടാണ് എംബസിയിലേക്ക് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ വിസയ്ക്ക് വേണ്ടി കൊടുത്തത്. ഇതാണ് വഴി തെളിച്ചു തരുമെന്ന് പറയുന്നത്. സങ്കീർത്തകൻ നമ്മളോട് പറഞ്ഞത്, നീ ദൈവവിചാരത്തോടു കൂടി പ്രവർത്തിക്കുന്നുവെങ്കിൽ, നിന്റെ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണെങ്കിൽ നിന്റെ വഴി തെളിച്ചു തരും. വഴി തെളിക്കുക എന്നത് നമുക്കറിയാം. ഇല്ലാത്ത വഴി ഉണ്ടാക്കിത്തരും, മൂടിയ വഴി തുറന്നു തരും. ഇന്ന് വരെ നിനക്ക് മുന്നോട്ടൊരു യാത്രയില്ലെങ്കിൽ യാത്ര സുഗമമാകും വിധം ആ കടലിനെ പിളർന്നുകൊണ്ട് ചെങ്കടലിലൂടെ ജനതയെ നയിച്ച ദൈവം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട്, ഇല്ലാത്ത വഴികൾ തുറന്നു തന്നുകൊണ്ട് നിന്റെ ജീവിതവും നിന്റെ അപേക്ഷകളും നിന്റെ കണ്ണീരും അത് അനുഗ്രഹമാകുന്ന കാലങ്ങൾ നിനക്ക് ഒരുക്കി തരുമെന്ന്. അതിനുള്ള വഴികളാണ് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ. അതിനുള്ള വഴികളാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം. മകൾ പറയുന്നുണ്ട്, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ആദ്യം എളുപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് പള്ളി കുർബാന കഴിയുമ്പോൾ വെറുതെ നിന്ന് വിതരണം ചെയ്താൽ 1 മിനിറ്റ് കൊണ്ട് 18 പേർക്ക് പത്രം കൊടുക്കാൻ പറ്റും. അത് ആദ്യം ചമ്മല് മാറാൻ വേണ്ടി കൊള്ളാവുന്ന പരിപാടിയാണ്. പക്ഷേ ഉടമ്പടി എന്ന് തിരിച്ചറിയുമ്പോൾ ഓരോ പത്രം കൊടുക്കുമ്പോഴും ഓരോ പ്രേക്ഷിത പ്രവൃത്തിയിൽ വ്യാപരിക്കുമ്പോഴും അത് ദൈവത്തെ വിളിച്ചും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും ഇത് ഈശോയ്ക്ക് വേണ്ടി ഈ ആത്മാവിനെ കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയും നാം ചെയ്തുകൊണ്ടിരിക്കും.
അതാണ് മകൾ പറയുന്നത് എൻ്റെ പ്രേക്ഷിത പ്രവൃത്തി അത് അടപടലെ ഞാൻ മാറ്റി, എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കാൻ വേണ്ടിയല്ല, മറിച്ച് എൻ്റെ കർത്താവിനെ അറിയാൻ വേണ്ടി, അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആ ജീവിതത്തെ, എൻ്റെ പ്രേക്ഷിത മേഖലകളെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തത ജീവിതത്തിൻ്റെ ഏതൊരു കറുത്ത വിഷയങ്ങളെയും നടക്കാത്ത വിഷയങ്ങളെയും അത്ഭുതകരമായിട്ട് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും. മകൾ പറയുന്നില്ലേ, അവിടെ ഒരിക്കലും ആരും ജോലിക്ക് പോകാത്ത ഞായറാഴ്ച ദിവസം എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അമ്മമാത എൻ്റെ വിവാഹത്തിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുന്ന സമയത്ത് എൻ്റെ അമ്മ മാതാവ് കൃത്യമായി കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ വിസ എത്തിച്ചു തന്നു. ഓരോന്നിലും മകൾ കണ്ടെത്തുന്നുണ്ട്, എൻ്റെ ജീവിതം മാതാവിന് ഞാൻ പൂർണ്ണമായി കൊടുക്കുമ്പോൾ അമ്മ അതിൻ്റെ 100 മടങ്ങായി എൻ്റെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിച്ച് വഴി തുറന്ന് ദൈവസ്നേഹത്തിൻ്റെ, ദൈവകരുണയുടെ, ദൈവാശ്രയത്വത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അനുഗ്രഹിക്കപ്പെടുന്നതാണ്. ഉടമ്പടിയോട് നാം പുലർത്തുന്ന വിശ്വസ്തത നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമാകും. അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളാവട്ടെ, പ്രേക്ഷിത പ്രവർത്തനമാവട്ടെ, സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാവട്ടെ, വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതാവട്ടെ, ഇതൊന്നും നമ്മൾ മാറ്റിക്കൊണ്ട് ചെയ്യേണ്ടതല്ല. ഇതൊന്നും നമ്മൾ ഒഴിവ് കാണേണ്ടതല്ല. ഹൃദയപൂർവ്വം ചെയ്യുക. ദൈവത്തിൻ്റെ വലിയ കരം, ശക്തമായ കരം ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിനുമേലും നമ്മളെ സഹായിക്കുവാൻ കൂടെയുള്ളത് നമുക്ക് അനുഭവിക്കുവാനാവും. ഈ മകൾ 2 വർഷത്തോളം ജർമ്മൻ പോകുവാൻ വേണ്ടി ഒരു വഴിയും തെളിയാതെ പൂർണ്ണമായി അടഞ്ഞു കിടന്നിടത്തു നിന്ന് ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അമ്മയിൽ ആശ്രയിച്ച് പുതിയ ജീവിതം കണ്ടെത്തുന്നതിൻ്റെ സന്തോഷവും അനുഗ്രഹവുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി നമുക്ക് ജീവിക്കാം. ഉടമ്പടി നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ നിരന്തരം സഹായിക്കും. അമ്മയും ഈശോയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം. എൻ്റെ പേര് ബെൻസി, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എന്നെ ഈ തിരുസന്നിധിയിൽ നിർത്താൻ സഹായിച്ച പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി എടുത്തത് 23/10/2023 എനിക്ക് 3 വർഷമായി ജോലിയില്ലായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് വഴിയൊരുക്കി തന്നു. ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ അത് സാലറി വളരെ കുറവായിരുന്നു. കാരണം എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, ഞാനല്ലേ നിനക്ക് ഈ ജോലി എന്നത്, നീ ധൈര്യമായി ആ ഓഫർ സൈൻ ഇടാൻ പറഞ്ഞു. ഞാനങ്ങനെ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച ആ ഓഫർ ലെറ്റർ സൈൻ ഇട്ടു. പിന്നീട് എനിക്ക് പോകാനുള്ള ടിക്കറ്റും വിസയും 12/5/2025 ആയപ്പോൾ വന്നു. പക്ഷേ എൻ്റെ അറ്റസ്റ്റേഷൻ, അതായത് ലാസ്റ്റ് എക്സ്പീരിയൻസ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഏജൻസിയിൽ നിന്ന് തന്നില്ല. അവരെന്നോട് പറഞ്ഞു, നീ പൊക്കോ, അത് ഞങ്ങൾ അയച്ചു തന്നേക്കാം. പക്ഷേ സൗദി റൂൾ അനുസരിച്ച് നമ്മൾ ലേറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണം. ഞാൻ വളരെ ഭാരത്തോടെ അതവർ പറഞ്ഞ ശേഷം അതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ അൾത്താരയിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് പോകാനുള്ള സമയമായി. എനിക്ക് പോകുന്നതിന് മുമ്പ് അമ്മ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈ കൊണ്ടു തരണം. 10/5/2025 അമ്മ മാതാവ് അത് അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അങ്ങനെ ഞാൻ 12/5/25 എൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ, സാലറി വളരെ കുറവായിരുന്നു. ഞാൻ ആദ്യം അവിടെ ഇരുന്നൊരു സ്ത്രീയോട് ചോദിച്ചു, അതായത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് സാലറി കുറവാണ്, ഞാൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി കൂട്ടുമെന്ന് തോന്നുന്നില്ല, ഓൾറെഡി നീ കോൺട്രാക്ട് സൈൻ ചെയ്തതല്ലേ എന്ന്. അപ്പം അവർ പറഞ്ഞു, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ പോയി ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിനു മുമ്പ് 91 സങ്കീർത്തനവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ആ ഫിനാൻസ് മാനേജറിൻ്റെ മുമ്പിൽ വിശുദ്ധ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വിത്തിൻ 5 മിനിറ്റ്സ് എൻ്റെ സാലറി അവർ ഡബിളായി തന്നു. ഇത് തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാലറിയിലെ ചെറിയൊരു സമ്പാദ്യം അമ്മയുടെ കാണിക്കയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനും എൻ്റെ അമ്മയുടെ സിസ്റ്ററിനും വിസ അടിക്കാൻ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ
സൗദി റൂൾ അനുസരിച്ച് അപ്പനും അമ്മയും സൗദിയിലുണ്ടെങ്കിൽ അപ്പന് മാത്രമേ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൽ എംബസി അറ്റസ്റ്റേഷൻ ഇല്ല. വളരെ ഭാരത്തോടെ ഞാനിവിടെ ഇരുന്നു. എൻ്റെ ഹസ്ബൻഡ് റിയാദിൽ അറ്റസ്റ്റേഷൻ ചെയ്യാൻ പോയി. അവർ പറഞ്ഞു ചെയ്യില്ല, ഇന്ത്യൻ എംബസിയിൽ നിന്ന് തന്നെ ചെയ്യണം. ഇന്ത്യൻ എംബസി പോയിട്ട് വരണമെങ്കിൽ അത് 1 മാസം എടുക്കും. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വിഷമിക്കേണ്ട, നമുക്ക് പോകാം, ദൈവം നമ്മളെ സഹായിക്കും, അമ്മ മാതാവ് വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അപ്പോയിൻമെൻറ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഒരാളിനെയും കൊണ്ട് എടുത്ത് ഞങ്ങൾ ആ ഓഫീസിൽ ചെന്നു. അപ്പം അവിടെ ഇരുന്ന കുറേ പേര് ഞങ്ങൾ പറഞ്ഞു ടോക്കൺ എടുക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ വളരെ ഉയരം, അതിനു മുമ്പ് ഞാൻ ആ പോകുന്ന വഴിയിൽ അച്ഛൻ്റെ ധ്യാനവും ഡെയിലി ബ്രെഡും കേൾക്കുകയായിരുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഡിഫിക്കൽട്ടായ വിസകൾ മാതാവിൻ്റെ നാമത്തിൽ അടിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ ശിമിയോൻ്റെ പ്രവചനം, അമ്മയുടെ ഹൃദയത്തിലുള്ളൊരു വാൾ കടന്നു കയറുമെന്ന് ആ പ്രവചനം ഞാൻ ഓർക്കുന്നു. ഒരു കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്ന അമ്മയുടെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ വിസ അമ്മ തന്നെ വന്ന് അടിക്കണം, അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഞാൻ അവിടെ ചെന്നപ്പം ഒരു സ്ത്രീ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ നമ്പർ 90, നിങ്ങളുടെ നമ്പർ 93 ഈ 90 എന്നുള്ള നമ്പർ നിങ്ങളെടുത്തു, എനിക്ക് നിങ്ങളുടെ നമ്പർ നിങ്ങൾ കാണിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞത്, ഈ നമ്പറിനെ കൊണ്ട് എൻ്റെ നമ്പർ കൊണ്ട് എനിക്കൊരാവശ്യമില്ല, നിങ്ങൾ ഈ 90 നമ്പർ കാണിച്ച് കയറിപ്പാൻ പറഞ്ഞു. അങ്ങനെ അവർ അവിടെ ഓഫീസിൽ ഇരിക്കുന്ന മനുഷ്യനോട് എന്തോ സംസാരിച്ചു. ആ അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് ഇറങ്ങിപ്പോയി. പിന്നീടും കയറി വന്നു, ഒന്ന് തലയുയർത്തി എന്നെ നോക്കി കടന്നുപോയി. ആ സൗദിയുടെ മുമ്പിൽ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തൊട്ട് മുമ്പിലിരുന്നവരുടെ വരെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞവർ റിജക്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നിൻ്റെ ഒറിജിനൽ വേണ്ട, നിൻ്റെ സിറോക്സ് ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സിറോക്സ് അവരെ കൊടുത്തു. ആ സ്ത്രീ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കളറ് ചാര നിറമായിരുന്നു. വളരെ ഉയരമുള്ള സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു. അതെൻ്റെ അമ്മ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ് ആ വിസ അടിക്കേണ്ടതെന്ന്. അങ്ങനെ അവർ ഞങ്ങളോട് സാലറി സർട്ടിഫിക്കറ്റ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഞങ്ങൾ വളരെ ദൂരത്തിലാണ്, കമ്പനിയിൽ പോയി ഹസ്ബൻഡിന് സാലറി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആ സൗദി തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഗോസി എന്നൊരു ആപ്പുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യും. അക്കോർഡിംഗ് ടു സൗദി റൂൾ 4500 റിയാലിന് എബോവ് ഉള്ളവർക്ക് മാത്രമേ ഡിപ്പെൻഡൻറ്റ് വിസ അടിക്കുകയുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി വളരെ കുറവാണ്. ഞങ്ങൾ ഗോസി എന്ന ആപ്പ് തുറന്നു, സാലറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അയാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അയാൾ ആ ഫോൺ വാങ്ങിച്ചതും ആ വന്ന സാലറി സർട്ടിഫിക്കറ്റ് സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് അയാൾ ചോദിച്ചു, മകളുടെ പേര് സാറ എന്നല്ലേ, നിൻ്റെ മകളുടെ വിസ അടിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി നിങ്ങൾക്ക് ബോംബെയിൽ നിന്ന് പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ ആൻറ്റി, അതായത് എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ സിസ്റ്ററാണ്. സൗദി റൂൾ അനുസരിച്ച് പേരൻസിനെയോ ഫാദറിലെയോ മദറിലെയോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മയുടെ സിസ്റ്റർ വിധവയാണ്, കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരാൾ മരിച്ചുപോയി, വേറെ ആരുമില്ല. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മയുടെ സിസ്റ്ററിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സാധാരണ വിസ അടിക്കാറില്ല. ഞാൻ നാട്ടിൽ വന്നു എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ആ വിസ അമ്മ അടിച്ചു തരണം, നവംബർ 6 മുമ്പ് അമ്മ അടിക്കണം. നവംബർ 5 തീയതി ആ വിസ സൗദിയിൽ നിന്ന് അടിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ VFSC പോയപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ വിസ അമ്മ അടിച്ച്, ഈ വിസ അമ്മ തന്നെ അടിക്കണം. ഞാൻ ആ പാർക്കിങ്ങിൽ ചെന്നപ്പോൾ എനിക്ക് കുന്തിരിക്കത്തിൻ്റെ മണം അനുഭവപ്പെട്ടു. എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയാണ് VFSC ഇരിക്കുന്നതെന്ന്. ഞാൻ അവിടെ കടന്നു ചെന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, സിസ്റ്റർ ആയതുകൊണ്ട് വിസ അടിക്കില്ല, നിൻ്റെ അമ്മയുടെ പാസ്പോർട്ടിലെയും നിൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ പാസ്പോർട്ടിലെയും മദർ ആൻഡ് ഫാദറിനെയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ നീ ആ വിസ ഞങ്ങൾ പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ റിസ്കിലല്ല, എൻ്റെ അപ്പനും അമ്മയും പ്രോസസ്സ് ഇത് ചെയ്തു തരും. കാരണം എൻ്റെ മാതാവിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ റിസ്കിൽ ഞാൻ ആ സൈനിട്ട് മാതാവിൻ്റെ ഈശോയുടെയും പ്രാർത്ഥിച്ച് ഞാൻ ആ വിസ വിട്ടു. നവംബർ 15 തീയതി എൻ്റെ ആൻറ്റിയുടെ വിസയും പാസ്പോർട്ടും ഞാൻ റിസീവ് ചെയ്തു. ഞങ്ങൾ 25 തീയതി പോവുകയാണ്. ആ വിസയും പാസ്പോർട്ടും മാതാവിനെ കാണിക്കാൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ സൗദിയിൽ വളരെ പാടാണ് ഒരു വാടക ഭവനം കിട്ടാൻ. ആദ്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ 26,000 റിയാൽ എന്നാണ് അവർ പറഞ്ഞത്. അപ്പം എനിക്ക് അത്രയും
പൈസ കൊടുത്ത് ഒരു ഭവനം വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ വളരെ വാടക കുറഞ്ഞൊരു ഭവനം അമ്മ എനിക്ക് ഒരുക്കി തരണം. അതിനു മുമ്പ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് എന്നെ ഒരാളെ അമ്മ എന്നും കാണിച്ചു തരും. അതെനിക്ക് ആരാന്നറിയത്തില്ല. എന്നും ഞാൻ പോകുന്ന വഴിയിൽ അയാളുടെ മുഖം എൻ്റെ മുമ്പിൽ വരും. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വഴി അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഭവനമുണ്ട്, ചേച്ചി ഒന്ന് പോയി നോക്കാൻ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്നും എനിക്ക് കാണിച്ചു തന്ന മുഖമുള്ള ആ ആളുടെ ഭവനമായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അതും വളരെ കുറഞ്ഞ വാടകയിൽ അമ്മ മാതാവ് ആ ഭവനം എനിക്ക് ഒരുക്കി തന്നു. അതിന് ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ RCCയിലെ ക്യാൻസർ രോഗികൾക്ക് ഇപ്പോൾ ആരെന്നെ വിളിച്ച് പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റുന്ന സമ്പാദ്യം ഞാൻ കൊടുക്കും. ക്യാൻസർ രോഗികൾക്കെന്ന് മാത്രമല്ല, ആര് കുറേയധികം ബുദ്ധിമുട്ടുന്നോ എന്നോട് എന്താവശ്യപ്പെട്ടാലും പൈസ കൊണ്ടായാലും ആഹാരം കൊണ്ടായാലും എന്നെക്കൊണ്ട് ചെയ്യുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. നിർദ്ധരായ കുഞ്ഞുങ്ങൾക്ക്, അതായത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പഠന പുസ്തകങ്ങളും ഉപകരണങ്ങളും വാങ്ങിക്കൊടുത്ത് സഹായിക്കാറുണ്ട്. ഈ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഉടമ്പടി ശരിക്കും ഒരു ഫയറാണ്. ഞാൻ അമ്മയോട് ചോദിച്ചതേ ഉള്ളൂ. അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നത്. നിരവധി തവണ മാതാവിൻ്റെ രൂപവും റോസാപ്പൂവും തിരുഹൃദയവും ഒക്കെ അമ്മ എനിക്ക് ആ മെഴുകുതിരിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സൗദിയിൽ എനിക്ക് പത്രം ഒന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ലോക്കറ്റ് വാങ്ങിച്ച് അവിടെയുള്ളവർക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് പറഞ്ഞ് ഞാൻ ഈ മാതാവിൻ്റെ ലോക്കറ്റ് അവർക്ക് കൊടുക്കും. ആത്മീയമായിട്ട് ബൈബിൾ വചനം കുറേ പഠിക്കുവാനും ബൈബിൾ കൂടുതൽ തവണ വായിക്കുവാനും ഒരുപാട് തവണ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവാനും മാതാവ് ഈശോ എനിക്ക് ശക്തി തന്നു. അതേപോലെ തന്നെ എൻ്റെ സാലറി കുറവാണെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ മാതാവിന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. ഞാൻ ആ ഫിനാൻസ് മാനേജറിന് മുമ്പിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വിത്തിൻ 5 മിനിറ്റിനുള്ളിലാണ് മാതാവും എനിക്ക് ആ സാലറി കൂട്ടി തന്നത്. എപ്പോഴും എനിക്ക് ബൈബിളിൽ കിട്ടുന്ന വചനമായിരുന്നു, നീ എൻ്റേതാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. രണ്ടാമത് കിട്ടുന്ന വചനമാണ്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ സംഭവിച്ച ആശ്ചര്യമാണ്. ശരിക്കും ഒരു ജോലിയില്ലാതെ ഭാരം നിന്നപ്പോഴും ഓരോ കാര്യത്തിനും ഞാൻ വിഷമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ അമ്മ മാതാവ് ഞാൻ ചോദിക്കാത്തതിലായി ഉപരിയായി എൻ്റെ ഈശോയും അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ച് ഇവിടെ നിർത്തി. ഒരു യോഗ്യതയില്ലാത്ത എന്നെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയാൻ, അമ്മയുടെ പ്രത്യക്ഷണത്തിന് നിരന്തര സാക്ഷിയാക്കി ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചതിൽ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ബെൻസി തോമസ് എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്ത പോലെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്താണ്. സഹോദരി ഷെയർ ചെയ്തപ്പോൾ എപ്പോഴും ഓരോ കാര്യത്തിന് പോകുമ്പോഴും ഈ മോള് പറയുന്നുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സങ്കീർത്തനം 91 എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ പ്രാർത്ഥനയെന്ന്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സാം 91:1. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ബെൻസി എന്ന മകളുടെ ജീവിതത്തിൽ. 3 വർഷമായി ജോലിയില്ലായിരുന്ന സമയത്ത് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത ഉടനെ അവൾക്കൊരു നല്ല ജോലിയാണ് മാതാവ് ആദ്യമായി സമ്മാനിച്ചത്. സർട്ടിഫിക്കറ്റിനായിട്ട് എംബസിയിലേക്ക് പോകുമ്പോഴും അത് അറ്റസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനോട് പ്രശ്നങ്ങളെ പറ്റി നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ മകൾ പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ അതെല്ലാം സാധ്യമായി. 3 ദിവസം മുൻപാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് അവൾക്ക് ആ സർട്ടിഫിക്കറ്റ് നൽകി അവളെ അനുഗ്രഹിച്ചത്. കുഞ്ഞിൻ്റെ ആൻറ്റീൻ്റെയും വിസയെപ്പറ്റി സംസാരിച്ചു. അതുപോലെ തന്നെ വളരെ പ്രശ്നമായ ബുദ്ധിമുട്ടുള്ളായ സമയത്താണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു സ്ത്രീയിലൂടെ. അതും വളരെ ഉയരത്തിലുള്ള ഒരു സ്ത്രീ ചാരത്തിലുള്ള ഡ്രസ്സുമായിട്ട് സൗദിയിൽ ചെന്നത്. സഞ്ചാരി മാതാവ് നമുക്കറിയാം, നമ്മളോട് എപ്പമുള്ള മാതാവാണ്. ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും ആ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഞ്ചാരി മാതാവാണ് ആ സൗദിയിൽ ചെന്ന് ആ ഓഫീസിൽ മോൾക്കുള്ള കാര്യങ്ങളെല്ലാം നടത്തി തന്നതെന്ന് ഈ മോള് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അവളുടെ പ്രാർത്ഥന എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ഓരോ സമയവും ഓരോ കാര്യത്തിന് പോകുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണ് അവിടെ. ഓരോ വചനങ്ങളിലാണ് അധിഷ്ഠിതമാണ് ആ ജീവിതം. ഒരു വ്യക്തി തൻ്റെ ജീവിതം ഉടമ്പടിയുടെ നിബന്ധനകൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വീണ്ടും ആ കുട്ടി പറയുന്നുണ്ട്, വാടകയുടെ കാശ് കൂടുതലായപ്പോഴും അവൾ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്ക് എന്നും ഒരു വ്യക്തിയെ കാണുമായിരുന്നു. അവിടെ മനസ്സിൽ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഈ വ്യക്തി വീണ്ടും വീണ്ടും കാണുന്നത്. പിന്നീട് അവളെ വാടക വീടിനനുസരിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത്, ആ വ്യക്തിയാണ് പരിശുദ്ധമ്മ കാണിച്ചു തന്നത്. ആ വ്യക്തിയുടെ വീടാണ് അവൾക്ക് വീടും വാടകയ്ക്ക് കിട്ടിയത്. അതും വളരെ കുറച്ച് എമൗണ്ടിലാണ് അതും ലഭിച്ചു തന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം
ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വളരെ 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 വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതാണ് വിൻസിയുടെ ജീവിതത്തിൽ നിന്ന്. സാലറി ഇൻക്രിമെൻറ്റ്, അതും മാതാവിൻ്റെ തൈലവും കാശുരൂപവും ഉപ്പുമാണ് ആ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാരണം. അത് പെട്ടെന്നാണ് അവർ ആ ഉപ്പിട്ട ഉടനെ കിട്ടില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ അതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഉപ്പ് തേച്ച പേപ്പറാണ് സബ്മിറ്റ് ചെയ്തത്. അന്നേരം മാതാവിൻ്റെ സാന്നിധ്യം അവിടെ വർക്ക് ചെയ്തു, സാലറി ഇൻക്രീസ് ചെയ്തു. നമ്മൾ ബെൻസിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയൊരു ഉദാഹരണമാണ്. ഉടമ്പടി മക്കളെ ഒരിക്കലും അമ്മ ഉപേക്ഷിക്കാത്ത അമ്മ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെയാണ്, സമയചുരുക്കത്തിൻ്റെ അമ്മ അവിടെയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തിനായി കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ ദൈവപിതാവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി ജെയിംസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആറ്റുപുറം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 21/1/2024 ആദ്യമായി ഞാൻ സാക്ഷ്യം പറയുന്നത് BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ എക്സാമായ സെറ്റ് എക്സാമിന് എന്നെ പാസ്സാക്കിയ ഒരു സാക്ഷ്യമാണ്. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, എൻ്റെ അമ്മ ആയിരുന്നു ഉടമ്പടിയിലുണ്ടായിരുന്നത്. അമ്മയുടെ ഉടമ്പടി നിബന്ധനയിലുണ്ടായിരുന്നതായിരുന്നു സെറ്റ് എക്സാമിന് പാസ്സാവാനുള്ള ഒരു നിയോഗം. സെറ്റ് എക്സാം ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ BEdൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് പറ്റാവുന്ന സമയങ്ങളിൽ മാത്രം പ്രിപ്പയർ ചെയ്യുകയും മാത്രമാണ് ചെയ്തിരുന്നത്. എക്സാമിന് പോകുമ്പോൾ 100% എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സിലബസിൻ്റെ പകുതി പോലും ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അമ്മ തന്നിട്ടുള്ള ഉടമ്പടി തൈലവും അമ്മയുടെ കാശുരൂപം ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതാനായിട്ട് പോയിരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും, ഞാനതിൽ കർപ്പിക്കും. അങ്ങനെയായിരുന്നു എക്സാം എഴുതിയിരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ കീ വന്നിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും ആൻസർ കീ ഒത്തുനോക്കുന്ന ശീലമുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞത് പ്രകാരം ഞാൻ ആൻസർ കീ ഒത്തുനോക്കിയപ്പോൾ സെക്ഷണൽ കട്ട് ഓഫുകൾ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോട്ടൽ കട്ട് ഓഫ് ആയിട്ടുള്ള 48% എനിക്ക് ഉണ്ടായിരുന്നില്ല. 0.5% കുറവായിരുന്നു. അങ്ങനെ ഞാൻ അതുവരെ അമ്മ ഉടമ്പടിയിലായിരുന്നെങ്കിലും അതിൻ്റെ പ്രാർത്ഥനകളോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവാണ് എനിക്കിത് തരുന്നതെങ്കിൽ എക്സാക്ട്ലി എനിക്ക് 48% മതി, അതിൽ കൂടുതലോ കുറവോ എനിക്ക് തരേണ്ടാന്ന്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എക്സാക്ട്ലി 48% ആയിരുന്നു. ഇതിലൂടെ എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ നടത്തിയിരുന്നതെന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് ലഭിച്ചു. രണ്ടാമതായിട്ട് ഞാൻ 2024 ജനുവരി 21 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ 6ാമത്തെ നിയോഗത്തിലായിട്ട് എഴുതിയിരുന്നത്. ഉടമ്പടിയുടെ ക്ലാസ് കേട്ടപ്പോഴും ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴും എനിക്ക് ഉത്തമ ബോധ്യമായിരുന്നു ഇത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലത്തെ നിബന്ധനകളെല്ലാം എൻ്റെ കഴിവാൽ എനിക്ക് ഒരിക്കലും നടത്താൻ സാധിക്കില്ല, 100% ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ദൈവം സഹായിച്ചാൽ മാത്രമേ നടക്കൂ എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ആഴ്ചയുടെ ഞാൻ അന്ന് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ലീവ് വാക്കൻസിയിലായിട്ടായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു കസിൻ ഇങ്ങനെ വിളിച്ച് നമുക്ക് നാളെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയാലോ, അങ്ങനെ ഓട്ടിസം ബാധിക്കുന്ന വ്യക്തികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയും പിന്നീട് ഞങ്ങൾ തുടർന്ന് എല്ലാ ആഴ്ചകളിലും അവിടെ കാരുണ്യ പ്രവൃത്തികൾക്കായിട്ട് പോകാനും സാധിച്ചു. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായി ദൈവത്തിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ അതിനൊരു മനസ്സ് കാണിച്ചാൽ മാത്രം മതി, ദൈവം നമ്മളതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ഇങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ ആ സ്ഥലത്തേക്ക് വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം 2 വീലറിൽ പോകുന്ന സമയത്ത് ആ സ്ഥലം വരെ ഞങ്ങൾ എത്തി. കൃത്യം ആ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ സ്പോട്ട് എത്തിയപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാതെ 2 വീലർ ഞാൻ ടേൺ ചെയ്തു. അങ്ങനെ പുറകിൽ നിന്ന് വരുന്ന ഒരു ബൈക്ക്, അവന് ബ്രേക്കും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ആക്സിഡൻ്റായി. അങ്ങനെ ഞങ്ങൾ തെറിച്ചു വീണെങ്കിലും കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് ശേഷം വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ഇതറിഞ്ഞപ്പോഴും ഭയങ്കര പേടിയായി. പിന്നെ എൻ്റെ അശ്രദ്ധ തന്നെയായിരുന്നു.
പക്ഷേ ഇതിന് ശേഷം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ദൈവം ഇത്തൊരു പ്രതിസന്ധി ഉണ്ടായത് എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എനിക്ക് അതിൻ്റെ ഉത്തരം തരാനായിട്ട് സാധിച്ചു. ഇതിലൂടെ ഞങ്ങളുടെ കസിൻസിനാണെങ്കിലും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരും പിന്നീട് ഉടമ്പടി എടുത്തിരുന്ന ആൾക്കാരും ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുകയും അവരെല്ലാവരും പിന്നീട് അവിടേക്ക് എത്തിച്ചേരാനുള്ളൊരു മാർഗം ദൈവം കാണിക്കുകയാണ് ചെയ്തത്. ഇത്രയും ജീവിത പ്രതിസന്ധികളുടെ ഇടയിലും അത് നന്മയാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിച്ചു. ദൈവം അതിനൊരു വഴിയൊരുക്കി തന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഈ ഓട്ടിസം ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ അവിടെ സഹായിക്കാനായിട്ട് പോകും. അതുപോലെ തന്നെ വൃദ്ധസദനത്തിൽ സഹായിക്കാനായിട്ട് പോകാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും പത്രം വിതരണം ചെയ്യാനുണ്ട്. ഉടമ്പടി വഴിയായിട്ട് എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ വളരാനായിട്ടും നിബന്ധനകളിൽ ചില സമയങ്ങളിൽ അതിൽ മുടക്കം വരുത്താറുണ്ടെങ്കിലും വചനത്തോട് കൂടുതലായിട്ട് സ്നേഹിക്കാനും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെ അനുദിനം മുടങ്ങാതെ പങ്കെടുക്കാനായുള്ള ഒരു താല്പര്യമൊക്കെ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു. ഇനി നമ്മൾ ഉടമ്പടി ചെയ്യണം, എന്തിനു ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആ വ്യക്തികളോട് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ക്രിസ്ത്യാനികളായിരുന്ന നമ്മൾ ജീവിച്ചിരുന്ന കാര്യങ്ങളാണ് ക്രിസ്ത്യാനി ചെയ്യേണ്ടതെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഉടമ്പടിയിൽ നമുക്കൊന്നും എക്സ്ട്രാ ആയിട്ട് പറയല്ല ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ മാർഗ്ഗരേഖ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നുകൊണ്ട് നമ്മളെ നിത്യജീവിതത്തിലേക്ക് ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉടമ്പടിക്ക് ശേഷം ഓരോ കാലഘട്ടങ്ങളിലും വചനങ്ങളായിരുന്നു, ഓരോരോ സമയങ്ങളിൽ ഓരോരോ വചനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഹബക്കുക്ക് 3:17 ഒരു അഭിഷേകത്തിലാണ് പ്രാർത്ഥിക്കാറുള്ളത്. അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും ആട്ടിൻകൂട്ടമാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഞാൻ ടീച്ചിങ്ങിന് ലീവ് വാക്കൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലിടയിൽ ചില മാസങ്ങളിലൊക്കെ ജോലി ഇല്ലാതിരിക്കാറുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാനൊരു പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എനിക്ക് ഒരിക്കലും ദുഃഖകരമായൊരു അവസ്ഥയല്ല ഞാൻ ഫീൽ ചെയ്തിരുന്നത്. ദൈവം പ്രത്യാശയിലൂടെ എന്നെ കൊണ്ടു നടക്കുകയായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. റോമ 9:15-16 തിരുവചനങ്ങൾ. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ക്രിസ്റ്റി ജെയിംസ് എന്ന ഈ മകൾ സുന്ദരമായി തൻ്റെ ഉടമ്പടി ജീവിതത്തെയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഓരോ ദൈവാനുഗ്രഹങ്ങളെയും അമ്മയുടെ തിരുവെഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടത് മുഴുവനും ഉടമ്പടി ഓരോ ദിവസവും അർത്ഥപൂർണമായി ജീവിക്കുവാൻ മകൾ നടത്തിക്കൊണ്ടിരുന്ന ഹൃദയത്തിൻ്റെ പ്രവൃത്തികളാണ്. അത് പ്രാർത്ഥനയിലുള്ള വിശ്വസ്തത കൊണ്ട്, കാരുണ്യ പ്രവൃത്തികളിലുള്ള തീഷ്ണത കൊണ്ട്, പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട്, തൻ്റെ കഴിവിനപ്പുറം ദൈവകൃപ മാത്രമാണ് തൻ്റെ പരീക്ഷകളിലും തൻ്റെ പരിശ്രമങ്ങളിലും തനിക്കെപ്പോഴും വിജയം നൽകുന്നതെന്ന് മകൾ ഉറച്ചു വിശ്വസിച്ചാണ് ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത്. കേറ്ററ്റും സെറ്റും മകൾ എഴുതി വിജയിക്കുമ്പോൾ പറയുന്നുണ്ട്, സാഹചര്യങ്ങൾ എനിക്കെതിരായിരുന്നു, കുറച്ച് സമയമേ എനിക്ക് പഠിക്കുവാനുണ്ടായിരുന്നുള്ളൂ, കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, ഞാൻ തന്നെ MCQ നോക്കുമ്പോൾ എനിക്ക് വിജയിക്കുവാനുള്ള മാർക്ക് അതിൽ എത്തിയിട്ടില്ലായിരുന്നു. ഇതെല്ലാം സ്വയം തിരിച്ചറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ അമ്മ മാതാവിനോട് പറയുന്നുണ്ട്, എനിക്ക് 48% മാർക്ക് വിജയിക്കുവാൻ വേണം, അമ്മ അതെനിക്ക് നൽകിയാൽ മതി. അത് അമ്മയോട് ചോദിക്കുന്നത്, അമ്മ എന്നെ വിജയത്തിലേക്ക് മാത്രം നയിച്ചാൽ മതി, ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ 48% എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മകളുടെ റിസൾട്ടിലാണ് പ്രതിഫലിക്കുന്നത്. അവൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ മാതാവിനോട് അവൾ ചോദിക്കുന്നത്, ആ ചോദിച്ചത് മാത്രമാണ്. അത് 48 49 ആകുന്നില്ല. കാരണം അത് ഉടമ്പടിയിൽ നമുക്ക് എപ്പോഴും ലഭിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്ന ഒരു റിപ്ലൈ ആണത്. നമ്മൾ അമ്മ മാതാവിനോട് തികഞ്ഞ ശരണത്തിലും പൂർണ്ണ വിശ്വാസത്തിലും ഒരു നിയോഗം സമർപ്പിച്ചാൽ ആ നിയോഗം ഫലപ്രാപ്തി എത്തുന്നതുവരെയും അമ്മയുടെ അടയാളപ്പെടുത്തലുകളും സാന്നിധ്യവും അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കും. നാം ചോദിക്കുന്നതിനോട് അതേപോലെ നമുക്ക് സഹായം നൽകുന്ന അമ്മയെ കാണാനാവും. അതാണ് ആ 48% ചോദിക്കുമ്പോൾ അത് തന്നെ കിട്ടി അവിടെ ദൈവത്തിന് നന്ദി പറയുന്നതിന് അടിസ്ഥാനം. മറ്റൊന്നുണ്ട്, ഒരു അപകടം സംഭവിക്കുന്നുണ്ട്. ഈ കാരുണ്യ പ്രവൃത്തിക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന അപകടമാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു അപകടം.
അപ്പോൾ അപകടം അതിൻ്റെ ആദ്യ കാഴ്ചയിലും സംസാരത്തിലുമൊക്കെ ഒരു ക്ലേശകരമായ ദുരന്തപൂർണമായ അവസ്ഥയാണ്. നല്ല കാര്യത്തിന് പോയപ്പോൾ എന്താ ഇത്ര സഹനമുണ്ടായി? എന്നാൽ മകളിന്ന് തിരിച്ചറിയുന്നുണ്ട്. അപകടമുണ്ടായപ്പോൾ ഓരോരുത്തരും ചോദിച്ചു, എവിടെ പോയി, എന്തിനു പോയി, എന്താ അവിടെ പോയേ? ചോദിക്കുമ്പോൾ എല്ലാവരോടും പറയാൻ ഒന്നേ ഉള്ളൂ, ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പോയതാണ്. അവിടെ ആരാ, എന്താ ഉള്ളേ? ഓട്ടിസം ബാധിച്ച വ്യക്തികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണിത്. മകളെന്ന് പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒത്തിരി പേർ ഇന്നവിടെ കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു അല്പം ക്ലേശത്തിലൂടെ ദൈവം ഒരുക്കുന്ന വലിയ പദ്ധതികളുണ്ട്, നന്മയുടെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പദ്ധതികൾ. ഒരുപക്ഷെ ആ ഇടത്തേക്ക് ഒത്തിരി പേർ അവരെ സഹായിക്കുവാനും കൈകൊടുക്കുവാനും ജീവിതാവശ്യങ്ങൾ നിറവേറ്റുവാനും ഇല്ലാതിരുന്ന ഒരു കാലത്തിൽ, ഒരു സമയത്തായിരിക്കും മകൾക്ക് ചെറിയൊരു അപകടം വരുമ്പോൾ അവളുടെ അശ്രദ്ധ കൊണ്ടെന്ന് അവൾ കൺഫസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും ആ അപകടത്തിലൂടെ പോലും വലിയ അനുഗ്രഹത്തിൻ്റെ പുതിയ വഴി തുറക്കുവാൻ ദൈവത്തിന് സാധിക്കുന്നത്. അതുകൊണ്ട് ചില ക്ലേശകാലങ്ങൾ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ പതറിപ്പോവരുത്. എല്ലാം അവസാനിച്ചുവെന്ന് കരുതി ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യരുത്. കാത്തിരിക്കുവാൻ ദൈവം പ്രവർത്തിക്കുന്ന അവസരത്തിന് വേണ്ടി അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് നമുക്ക് ചെയ്തു തരുവാനിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നമുക്കൊരു ക്ഷമയുണ്ടാവണം. അത് കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കും. മകൾ അതാണ് രണ്ടാമത് സൂചിപ്പിച്ചത്. മൂന്നാമത്തത് അവിടെ ഒരു വചനത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവൾ വായിച്ചത് ഹബക്കൂക്ക് 3:17 അവിടെ എല്ലാ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ വയലിൽ ധാന്യങ്ങളില്ല, ആലയിൽ ആടുകളില്ല, എൻ്റെ മുന്തിരിച്ചെടികളിൽ പഴങ്ങളില്ല, എല്ലാം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അവസാനം പറയും, എങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. അത് അവൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ചാൽ പറയുന്നത്. താൽക്കാലിക അധ്യാപക ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3-4 മാസം കാണും, പിന്നെ ഒന്നും കാണില്ല. അടുത്തത് ചിലപ്പോൾ 5-6 മാസം കഴിയുമ്പോൾ കിട്ടും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ അവൾക്ക് ലോകത്തോടൊന്നേ പറയാനുള്ളൂ, ഞാൻ ഈ ഇല്ലായ്മയുടെ കാലങ്ങളിൽ ദൈവത്തോടും മറ്റുള്ളവരോടും ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം എല്ലാം ഉള്ളവൻ തക്ക സമയത്ത് എനിക്ക് വേണ്ടതൊക്കെ ഒരുക്കി തരുമെന്ന പ്രത്യാശയുണ്ട്. ഇത് ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്നൊരു അഭിഷേകമാണ്. ഇല്ലായ്മയുടെ കാലത്തിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും എല്ലാം ഉള്ളവൻ നമുക്കൊരുക്കി തരുന്ന കാലത്തിന് വേണ്ടി കാത്തിരിക്കുവാനുമുള്ള ഒരു സന്തോഷത്തിൻ്റെ പ്രത്യാശ. മകളുടെ ജീവിതം അതാണ് ആ ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മയായി നമ്മളോട് പങ്കുവെക്കുന്നത്. എന്താ ഉടമ്പടി ജീവിതം? എക്സ്ട്രാ ഒന്നും ഇതിനകത്തില്ല. ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ എന്തൊക്കെയാണോ വേണ്ടത്? നിനക്ക് അനുതാപമുള്ള വിശുദ്ധിയുള്ളൊരു ജീവിതം വേണം. നിന്റെ ആത്മാവിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നിന്റെ സഹോദരനെ കാണുവാനുള്ള കണ്ണുകൾ വേണം. കാരുണ്യ പ്രവൃത്തികളിലൂടെ അവരെ ബലപ്പെടുത്തുന്നതിന്, അറിയുന്നവരോടും അറിയാത്തവരോടും ദൈവത്തെക്കുറിച്ച് പറയുവാനും അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും നിനക്ക് മാമോദിസ സ്വീകരിച്ച നിനക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് വേണ്ടി മരിച്ചുദ്ധാനം ചെയ്തവനെ ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും ഞാൻ ഏറ്റുപറയുമെന്ന സന്തോഷമുള്ള ജീവിതം കൊണ്ടുമാണ് നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുന്നത്. അതാണ് മകൾ പറയുന്നത്. ഉടമ്പടി ആർക്കും എടുക്കാം. ഉടമ്പടി ജീവിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത് ദൈവത്തോട് ചേർന്നൊരു മനസ്സ് സൂക്ഷിക്കുന്നവർക്ക് ഉടമ്പടി എളുപ്പമാണ്. ഉടമ്പടി നിയോഗങ്ങളും ഉടമ്പടിയുടെ ഓരോ രീതികളും നിബന്ധനകളും പാലിക്കുവാൻ എളുപ്പമാണ്. എങ്കിലും തുടക്കക്കാർക്ക് മകൾ എഴുതിയ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത ആദ്യത്തെ തവണ 6ാമത്തെ നിയോഗം ഞാൻ എഴുതിയത് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ എന്നെ സഹായിക്കണമേ എന്നാണ്. മാതാവിൻ്റെ കരങ്ങളിൽ തന്നെ നിബന്ധനകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എനിക്കൊറ്റയ്ക്ക് ഇത് പറ്റത്തില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള ആളാണ്. എനിക്കിങ്ങനെ എപ്പോഴും നോക്കി കണ്ട് ജീവിക്കാൻ പാടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് കുറവുള്ളതെല്ലാം അമ്മ മാതാവ് ഏറ്റെടുത്ത് എന്നെക്കൊണ്ട് സമയാസമയത്ത് ചെയ്യിച്ച് ഈ ഉടമ്പടി നന്നായി കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന്. അതെത്ര കണ്ട് ഒരാൾ ഉടമ്പടിയെ സ്നേഹിക്കുന്നു, അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ജീവിതം വിട്ടുകൊടുക്കുന്നു, ദൈവത്തിൻ്റെ ശരണപ്പെട്ടുകൊണ്ട് വലിയ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അതിനെയൊക്കെ നമുക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ്. ഓർക്കണം, ഓരോ ഉടമ്പടി ജീവിതവും ദൈവത്തിന് ഉള്ള നിക്ഷേപമാണ്. നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുന്നവർ ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ നിക്ഷേപമായി, ദൈവത്തിൻ്റെ കരുണയുടെ നിക്ഷേപമായി, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നിക്ഷേപമായി നാം ഓരോരുത്തരും മാറുകയാണ്. അതുകൊണ്ട് ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ ഉപരി ആത്മീയമായി നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കും വിധം ഉടമ്പടി ബലപ്പെടുത്തുവാൻ നിരന്തരം ശ്രദ്ധ
ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. ഈ മകൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.